എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കുട്ടികൾക്കുള്ള ജംപ് സ്യൂട്ടാണ് തയ്ക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4 മടക്കാക്കിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. 2 പീസ് ഉള്ളതിന് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ആം ഹോളും 5 ഇഞ്ചാണ്. നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത് 7 ഇഞ്ചാണ്. താഴ്ഭാഗത്തെ നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഇനി നമുക്ക് 2.5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇത് നെക്കിൻ്റെ വീതിയാണ്. താഴേക്ക് ഒരു 2.25 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ നമുക്കൊരു ബോക്സ് ആക്കി വരച്ച് റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ്. അപ്പോൾ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് നെക്ക് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. താഴോട്ടും ഞാൻ 2.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. 2 ഇഞ്ചാണ് എടുക്കുന്നത്. 2 ഇഞ്ചിൽ ഇതുപോലെ തന്നെ നമുക്ക് ബോക്സ് ആക്കി വരച്ച് റൗണ്ടാക്കി മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഇതുപോലെ 2 ഇഞ്ച് നമുക്ക് താഴോട്ടാക്കി മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ജംപ് സ്യൂട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള അളവുകളാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇറക്കം എടുക്കുന്നത് 10.5 ഇഞ്ചാണ്. 5 ഇഞ്ചിൽ നമുക്ക് താഴ്ഭാഗത്തോട്ടായിട്ടൊരു മാർക്കിങ് കൊടുക്കാം. പിന്നെ ഇത് 6 ഇഞ്ചാണ് ആ ഭാഗത്തുള്ളത്. നമ്മൾ താഴെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഈ 7 ഇഞ്ചിലാണ് നമ്മൾ മൊത്തമായിട്ട് തുണി എടുക്കുന്നത്. എന്നിട്ട് 6 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ഒന്ന് താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അത് 2 ഇഞ്ച് വീതിയാണ്. താഴ്ഭാഗത്തോട്ട് നമ്മൾ 3.25 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ വെച്ച് മറിച്ചടിക്കാനുള്ളതാണ്. ഇത് ഇതുപോലെ ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ 2.5 ഇഞ്ചിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നല്ല ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ അരികുവശത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ നമുക്ക് മറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അരികുവശത്തൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഇനി ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗം കൂടി ചേർത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ 2 ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി 1 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണിത്. ഈ ക്രോസ് പീസ് വെച്ച് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ക്രോസ് പീസിൻ്റെ ഈ അരികു വശം ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കുക, ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ മടക്കി അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്കാക്കി മടക്കി ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി നമുക്ക് ഈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ കൂടെ നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കാം. ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അടുത്ത സൈഡും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യാം.
ഇനി താഴെ ഭാഗത്തേക്കുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ക്ലോത്ത് എടുത്തതിന് ശേഷം ഒരു ക്ലോത്ത് മാറ്റിയിടാം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ പീസും നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 പീസും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഭാഗം തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഈ സൈഡ് നമുക്കൊന്ന് 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇതുപോലെ നമുക്ക് നിവർത്തിയെടുക്കാം കേട്ടോ. ഇനി ഈ സൈഡ് ഭാഗം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മുകളിലത്തെ പാർട്ടും നമുക്ക് എടുക്കാം. മുകളിലെ പാർട്ട് നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഇനി താഴത്തെ പാർട്ടിൻ്റെ 2 സൈഡും നമുക്ക് ഇതുപോലെ ചെറിയ ഇതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി മുകൾ ഭാഗം ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് നമ്മൾ ആ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗവും മുകൾ ഭാഗത്തിൻ്റെ സൈഡ് ഭാഗവും ഒരുപോലെ വെച്ച് വേണം ജോയിൻ്റ് ചെയ്തെടുക്കാൻ. ചുറ്റിലുമായി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ 1.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് ആവശ്യമാണ്. ഇപ്പോൾ ഞാനിവിടെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ വീതിയാണ്. ഇതിൻ്റെ തലപ്പ് ഭാഗം ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് ഇതുപോലെ വെക്കാം. എന്നിട്ട് താഴ്ഭാഗം ഒരു 1/4 ഇഞ്ച് മടക്കി വേണേ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മടക്കി നമുക്ക് ആ ഭാഗത്തായി വെച്ച് ചുറ്റുഭാഗത്തിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവസാന ഭാഗം എത്തുമ്പോൾ നമ്മൾ കൂട്ടി അങ്ങ് തയ്ക്കരുത് കേട്ടോ. ഒരു ഇത്തിരി ഗ്യാപ്പ്, അതായത് ഒരു 1/4 ഇഞ്ച് അവിടെ വിട്ടേക്കണം. 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു പീസ് നമ്മൾ മടക്കി തയ്ച്ചെടുത്തതാണ്. 2 ഇഞ്ച് വീതിയും നീളവുമുള്ള ഒരു സ്ക്വയർ പീസാണ്. അതിനെ ഇതുപോലെ ക്രോസാക്കി മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസ് ഇതിൻ്റെ നടുവിലായി വെച്ച് ഇതുപോലെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇതുപോലെ മറിച്ചെടുക്കാം. ഈ ഡോരിയുടെ 2 സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു സൈഡിൽ നമുക്ക് പിൻ കുത്തിയതിന് ശേഷം നമ്മളിപ്പോൾ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ കടത്തി അപ്പുറത്തൂടെ എടുക്കാം. ഇപ്പം നമ്മൾ അപ്പുറത്തൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് അത് ഷേപ്പ് ആയിക്കോളും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.